ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലമാവ്, കടലപ്പൊടി എന്നെല്ലാം പറയും. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് പാൽ, സാധാരണ തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത പച്ചപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് കട്ടിയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് കുറുക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചൂടിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക. ഇത് നമ്മൾ ഒട്ടും കട്ടയില്ലാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1 ടേബിൾ സ്പൂണ് കടലമാവിന് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂണ് പാൽ മതിയായിട്ട് വരും. അധികം കട്ടി ആയി പോകാൻ പാടില്ല. ഈ ഒരു ലൂസിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അതിനുശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. ആ പാത്രത്തിൽ നമ്മൾ ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ലോണം കഴുകി തുടച്ചെടുക്കണം പാത്രം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കുമ്പോൾ അധികം ടൈറ്റായി പോകാണ്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുന്ന സമയത്ത് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ അതങ്ങ് റെഡി ആയിക്കൊള്ളില്ല എന്നാണെങ്കിൽ അടിക്ക് പിടിക്കാനും കൂടുതൽ കട്ടിയായി പോകാനും എല്ലാം ചാൻസ് ഉണ്ട്. കൂടുതൽ കട്ടിയായി പോകാണ്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അതിൻ്റെ ചൂടിൽ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ലെവലായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. ആകെ ഒരു 3 ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടും കരിവാളിപ്പും അതേപോലെ മുഖത്തുള്ള രോമ വളർച്ചയെല്ലാം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇതിന് ശേഷം മുഖം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് നമുക്കിത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കുക. 25 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ല 25 മിനിറ്റെങ്കിലും ഫേസിൽ വെക്കൽ നിർബന്ധമായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് കഴുകിക്കളയാം നമുക്ക്. അപ്പോൾ ഞാൻ ഏകദേശം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സമയമില്ലാത്തവർ 25 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് കഴുകി കളയുന്ന സമയത്ത് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ കൈ കളയാൻ. നന്നായിട്ടൊന്ന് അതായത് ഹാർഡായിട്ട് മസാജ് ചെയ്യരുത്. നല്ല സോഫ്റ്റായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് കൈ കളയുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് ഈ വെയിലേറ്റിട്ടുള്ള കറുത്ത കരിവാളിപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാനിത് കഴുകി തുടച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾക്ക് ഫേസിന് അലർജിയൊന്നും ഉണ്ടാക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തൊരു ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ട് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കിത് എന്താ പറയുക, റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്താണെങ്കിൽ നിങ്ങൾക്കിത് പെർമനൻറ്റ് റിസൾട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.